ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ഏറ്റവും പുതിയ മലയാളം വെബ് സീരീസ് ആയിട്ടുള്ള ഫാർമയുടെ പ്രിവ്യൂ ഇന്ന് എറണാകുളത്ത് ഷേണായിസ് തിയേറ്ററിൽ വെച്ച് നടന്നിരുന്നു. ഈ സീരീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ക്രൂവും ഈ പ്രിവ്യൂ ഷോയ്ക്ക് ഉണ്ടായിരുന്നു. ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ മലയാളം വെബ് സീരീസിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള 1000 ബേബീസ് ആണെങ്കിലും കേരള ക്രൈം ഫയൽസ് ആണെന്നുണ്ടെങ്കിലും നാഗേന്ദ്രൻ ഹണിമൂൺ, പേരല്ലൂർ പ്രീമിയർ ലീഗ്, ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ, മാസ്റ്റർ പീസ്, അങ്ങനെ മലയാളത്തിൽ ഏറ്റവും അധികം വെബ് സീരീസ് ഇറക്കിയിരിക്കുന്ന ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ മാസം 19 തീയതി മുതലാണ് ഫാർമ ഒഫീഷ്യലി സ്ട്രീമിംഗ് ആവുന്നത്. അപ്പോൾ ഫാർമയുടെ പ്രത്യേകത എന്തെന്നാൽ നിവിൻ പോളിയെ പോലെ ഒരു മുൻനിര താരം ഈ വെബ് സീരീസിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ വെബ് സീരീസിന്റെ മെയിൻ USP. ഫാർമ കണ്ട എക്സ്പീരിയൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഇന്ത്യ എന്ന രാജ്യം വളരെ വലിയ മാർക്കറ്റാണ്. ഈ വലിയ മാർക്കറ്റിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് നടത്തുന്ന ക്രൈം, അതിനെപ്പറ്റിയാണ് PR അരുൺ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഫാർമ എന്ന വെബ് സീരീസ് പറയുന്നത്. നിങ്ങളടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഓൾവേസ് ക്രൗഡഡ് ആയിരിക്കും. നല്ല തിരക്കാണ് എല്ലാ ഹോസ്പിറ്റലുകളിലും. ജീവിതശൈലി രോഗങ്ങളുണ്ടാവും. അതുകൂടാതെ നമ്മൾ പോലും അറിയാതെ നമുക്ക് വരുന്ന രോഗങ്ങളുണ്ടാവും. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം കാലിക പ്രസക്തിയുള്ളൊരു വിഷയമാണ് ഫാർമ എന്നുള്ള ഈ വെബ് സീരീസ് പറയുന്നത്. ഈ വെബ് സീരീസ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന PR അരുണാണ്. അദ്ദേഹത്തിൻ്റെ കരിയർ തുടങ്ങിയത് തന്നെ ഒരു മെഡിക്കൽ റെപ്പായിട്ടായിരുന്നു. അപ്പോൾ ഒരു മെഡിക്കൽ റെപ്പിൻ്റേതായിട്ടുള്ള എല്ലാ അനുഭവങ്ങളും ഈ സീരീസിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡിൽ കാണാം. തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ, അതായത് നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടർ തൃശ്ശൂരിൽ വരുന്നു. പിന്നെ ബോസായിട്ട് ബിനു പപ്പുമാണ് വരുന്നത്. അപ്പോൾ ഈ ടാർഗറ്റ് മീറ്റ് ചെയ്യാനുള്ളത്, പിന്നെ ബോസിൻ്റെ വായിൽ നിന്നുള്ള തെറിവിളി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിട്ട്, അതായത് മെഡിക്കൽ ഫീൽഡാണെങ്കിലും അതല്ല സെയിൽസ് ഫീൽഡാണെങ്കിലും ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത്, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസിൻ്റെ ആദ്യത്തെ 1-2 എപ്പിസോഡുകളിലായിട്ട് വരുന്നുണ്ട്. അതെല്ലാം സ്വല്പം നിവിൻ പോളി ടച്ചുള്ള കോമഡി സീനുകളായിട്ടും പിന്നെ സീരിയസ് സീനുകളുമായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സെയിൽസ്മാൻ പതുക്കെ ഓരോ ഘട്ടങ്ങളും കഴിഞ്ഞ് അയാളും ഒരു ബോസായി മാറുന്നു. അയാളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുന്നു. അപ്പോഴേക്കും ഈ സീരീസ് ഒരു സീരിയസ് ട്രാക്കിലേക്ക് കടക്കും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് മനുഷ്യ ശരീരത്തിൽ നടത്തുന്ന പരീക്ഷണങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ സീരീസ് പറയുമ്പോൾ ഡോക്ടറെയും അല്ലെങ്കിൽ ആശുപത്രിയൊക്കെ വിശ്വസിച്ചിരിക്കുന്ന പലർക്കും അതൊരു ഞെട്ടലുണ്ടാക്കിയേക്കാം. അപ്പോൾ ഇത്രയും അധികം ആളുകൾക്ക് ഉണ്ടായിരിക്കുന്ന ഇത്രയും വലിയ നഷ്ടം, ഈ നഷ്ടത്തിന് തൻ്റെ സെയിൽസ്മാൻഷിപ്പിനും ഒരു പങ്കുണ്ട് എന്നറിയുന്ന നമ്മുടെ നായകൻ, ആ നായകൻ്റെ പോരാട്ടമാണ് ബാക്കിയുള്ള എപ്പിസോഡുകളെല്ലാമേ നമ്മൾ കാണുന്നത്. പെർഫോമൻസ് വൈസ് നിവിൻ പോളി നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. തുടക്കത്തിൽ കുറച്ച് കോമഡി അങ്ങനെയൊക്കെ ആയിരുന്നു വന്നാലും പിന്നീട് ഈ സീരീസ് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കുന്നത്. ആ ഒരു സോണിലേക്ക് കടന്ന് തനിക്ക് കിട്ടിയ റോള് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. രജിത് കപൂറാണ് മറ്റൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലുള്ള അന്യ ഭാഷയിൽ നിന്നുള്ള ആളുകളെയൊക്കെ മെയിൻ റോളിലൊക്കെ കൊണ്ടുവരുന്നത്. ഇതിനു മുമ്പ് 1000 ബേബീസ് എന്ന് പറയുന്ന ഒരു സീരീസ്, അതിനകത്ത് നീന ഗുപ്ത, ഒരു മലയാളി ക്യാരക്ടർ ചെയ്യേണ്ട ക്യാരക്ടർ ആയിരുന്നില്ല നീന ഗുപ്ത അന്നേരം ചെയ്തത്. അപ്പോൾ ഈ ലിപ്സിങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിലും രജിത് കപൂർ ഈ റോള്, അതായത് ഈ പെർഫെക്റ്റ് ടൈലർ മെയ്ഡ് റോളാണ്, പുള്ളി ഡീസൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള മലയാളിയായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയനെന്നാണ് എൻ്റെ അഭിപ്രായം. മേ ബി ഈ വെബ് സീരീസ് ആകുമ്പോൾ പല ഭാഷകളിലൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ അവരെയും കൂടി അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ആ പുള്ളിയെ പോലുള്ള ഒരു സീനിയർ, ഒരു വെറ്ററൻ കിഡിലൻ ആക്ടറെ ഈ വെബ് സീരീസ് കൊണ്ടുവരുന്നത്. പുള്ളി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബിനു പപ്പു ആണ്. ആദ്യത്തെ 2-3 എപ്പിസോഡുകളിലാണ് പുള്ളി ഉള്ളത്. അതിനകത്ത് ആദ്യം കുറച്ച് കോമഡി, ആ ഒരു കോമിക് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പുള്ളിയുടെ റോള് പോകുന്നതെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ അവസാനം പുള്ളിയുടെ ക്യാരക്ടർ ആർക്ക് അവസാനിക്കുന്ന ഒരു സീരിയസ് ടോണിലാണ്. പുള്ളി അത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ, പുള്ളിക്കൊക്കെ വളരെ ഈസിയാണ് ഇതുപോലെ റോൾ ചെയ്യാൻ, അത് കറക്റ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ശ്രുതി രാമചന്ദ്രൻ ചെയ്തിട്ടുള്ള റോള്. പുള്ളിക്കാരിയെ സ്ക്രീനിൽ കാണാൻ തന്നെ ഭയങ്കര ഗ്രേസ് ആയിരുന്നു. നല്ല ഒരു നമ്മളല്ലാത്തൊരു പോസിറ്റീവ് ഫീലാണ് പുള്ളിക്കാരി സ്ക്രീനിൽ വരുമ്പോൾ തന്നെ. ഈ സീരീസിൽ, എൻറ്റയർ സീരീസിൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു റോളും ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള പെർഫോമൻസും ശ്രുതി രാമചന്ദ്രൻ്റെ വകയായിരുന്നു. പിന്നെ വീണ നന്ദകുമാറുണ്ട്, കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. മുത്തുമണി തനിക്ക് കിട്ടിയ റോള് അത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നരേൻ അവസാനത്തെ 2 എപ്പിസോഡുകളാണ് വരുന്നത്. അപ്പോൾ ആ ക്യാരക്ടർ വരുമ്പോൾ നമ്മൾ എന്തായാലും ഒരുപാടൊക്കെ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ അതിനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് സീരീസ് അവസാനിക്കുന്നത്. പിന്നെ ഈ സീരീസിലെ മെയിൻ വില്ലൻ എന്നുള്ള റോൾ, അതായത് വില്ലൻ എന്ന് പറയാൻ പറ്റില്ല, കോർപ്പറേറ്റിൻ്റെ താല്പര്യം എപ്പോഴും അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ആലേഖ് കപൂർ, പുള്ളിയുടെ ആ ഒരു മാനറിസം, പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, പക്ക ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ CEO എങ്ങനെയായിരിക്കും, വെല്ലുവിളികളെല്ലാം പുള്ളി എങ്ങനെയാണ് ഡീൽ ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, സംഭവങ്ങളെല്ലാം പുള്ളി പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി പെർഫെക്റ്റ് ആയിരുന്നു ആ റോളിന്. അഭിനന്ദൻ രാമാനുജമാണ് ഈ സീരീസിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത്. നല്ല വർക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ സോങ്സ് ആൻഡ് BGM അബ്ജക്ഷ് S ആണ് ചെയ്തിരിക്കുന്നത്. ജെയ്ക്സ് ബിജോയുടെ പേര് ടൈറ്റിലിൽ കണ്ടിരുന്നു. പിന്നെ ശരിക്കും നോക്കിയപ്പോഴാണ് മനസ്സിലായത് ജെയ്ക്സ് ബിജോയ് എന്ന് പറയുന്ന ഒരു മെൻറ്ററെ പോലെ ചിലപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. പാട്ടുകൾ അത്ര അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പോലും ഈ സീരീസിൻ്റെ എൻറ്റയർലി BGMസും കാര്യങ്ങളൊക്കെ നന്നായിരുന്നു.
അപ്പോൾ സീരീസിൻ്റെ റൈറ്ററും ഡയറക്ടറുമായിട്ടുള്ള PR അരുൺ, അദ്ദേഹം ഒരു മെഡിക്കൽ റെപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. നല്ല ഉദ്ദേശത്തോടുകൂടി എടുത്തൊരു സീരീസ് തന്നെയാണ്. പക്ഷേ ഇതൊരു മെഡിക്കൽ ത്രില്ലർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു ക്രൈം ഡ്രാമ എന്നുള്ള രീതിയിൽ നോക്കാം. കാരണം അതിനകത്ത് വരുന്ന ഇത് റിയാലിറ്റിയിലൂടെ കഥ പറയുന്നതാണ്. നമ്മൾ ജിയോയുടെ തന്നെ, ജിയോ ഹോട്ട്സ്റ്റാറിൽ തന്നെ എനിക്ക് തോന്നുന്നു, ജിയോ ഹോട്ട്സ്റ്റാർ മെർജ് ചെയ്യുന്നതിന് മുമ്പ് പിൽ എന്ന് പറയുന്ന ഒരു സീരീസ് ഉണ്ട്, ഋതേഷ് ദേശ്മുഖിൻ്റെയാണ്. പിൽ എന്നുള്ള സീരീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള അതേ സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ വരുന്നത്. പിൽ കുറച്ചുകൂടി ഒരു റിയാലിറ്റി സൈഡിലോട്ട് പോകുമ്പോൾ ഫാർമ അത് കുറച്ചുകൂടി നമുക്കൊരു ഒരു പോയറ്റിക് ജസ്റ്റിസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അതേസമയം സിനിമാറ്റിക് ആയിട്ട് തന്നെയാണ് ഈ സീരീസ് പോകുന്നത്. പക്ഷേ ത്രില്ലിംഗ് ആയിട്ടുള്ള യാതൊന്നും നൽകാതെ ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സെക്കൻഡ് ആക്ട്, അതാണ് ഈ സീരീസ് നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഒരു 4 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്ലോ ആണ് എന്നുള്ളതാണ്. കാരണം ഇതിൽ വരുന്ന സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വരുന്ന പ്രധാനപ്പെട്ട 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ വിധി, അതെല്ലാം സ്ക്രീനിൽ വരുന്നു. അതിനകത്ത് നമുക്കൊന്നും കാണുന്നവർക്കൊരു ഇമോഷണൽ കണക്റ്റ് ഒന്നും ഇല്ലാതെയാണ് അതെല്ലാം ആ സീനുകളെല്ലാം പോകുന്നത്. ഓപ്പോസിറ്റ് ഉള്ളത് വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. ഇവിടെ നായകൻ്റെ ടീം, അവർ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാൻ, അതിൽ സക്സസ് ആണോ ഇല്ലയോ തുടങ്ങിയ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ. പക്ഷേ ഇതൊന്നും ഇൻട്രസ്റ്റിംഗ് ആയി ഒന്നും തോന്നുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഈ സിനിമയുടെ ഫൈനൽ ആക്ട് വരെയുണ്ട്. ഇനി ഫൈനൽ ആക്ടിൻ്റെ കാര്യം പറയാനാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയത്തക്ക ഒരു വൗ ഫാക്ടറോ അതല്ല അഭിനയത്തിൻ്റെ പ്രാധാന്യമുള്ള അങ്ങനെ സീക്വൻസോ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലാതെ ഫ്ലാറ്റായിട്ട് തന്നെ അവസാനിക്കുന്നൊരു ഫൈനൽ ആക്റ്റാണ്. ആൻഡ് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു, ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഈ സീരീസ് അവസാനിക്കാൻ പോകുന്നത്. പിന്നെ ഫൈനൽ ആക്ടിലേക്ക് വരുമ്പോൾ പെർഫോമൻസ് വൈസിൽ അത് അത്രയും നേരം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ള ചില ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ പെർഫോമൻസ് വരെ മോശമായിട്ടൊക്കെ തോന്നും. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഈ സീരീസ് നേരിടുന്നുണ്ട്. പക്ഷേ ലോകത്തെ ക്രിമിനലുകളിൽ പലരും കോട്ടും സൂട്ടിട്ട് നടക്കുന്നവരാണെന്നും നമ്മൾ കാണുന്ന ഡോക്ടർമാരിൽ പലരും ഇതുപോലുള്ള ക്രിമിനലുകളുടെ കയ്യിലെ കളിപ്പാവയാണെന്നും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളടക്കം ഇവരുടെ മരുന്ന് പരീക്ഷിക്കാനുള്ള വെറും ലാബ് റാറ്റ്സ് മാത്രമാണെന്ന് പറയുന്ന ഫാർമ എന്നുള്ള സീരീസ് ഒരു വാച്ചബിൾ സീരീസ് തന്നെയാണ്. 8 എപ്പിസോഡാണുള്ളത്. അതിനകത്ത് ആദ്യത്തെ 4 എപ്പിസോഡൊക്കെ പോകുന്നത് പോലും നമ്മളറിയില്ല. പിന്നീട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ഡൗൺ ആവുന്നുണ്ടെങ്കിലും ഇതിനകത്ത് വരുന്ന ഡ്രാമ ആ പെർഫെക്റ്റായിട്ട് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വർക്ക് ആവുന്നില്ല എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ സ്റ്റിൽ ഇതൊരു വാച്ചബിൾ ഡ്രാമയായിട്ട് തന്നെയാണ് അവസാനിക്കുന്നത്. കാരണം ഇതുപോലെ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് അവർ ചെയ്യുന്ന ഈ ക്രൈമിന് റിലേറ്റഡ് ആയിട്ട് മലയാളത്തിൽ ഇങ്ങനെ അധികം സിനിമകളൊന്നുമില്ല. അല്ലെങ്കിൽ ഞാനിരുന്ന എൻ്റെ പിൽ എന്നുള്ളതൊരു ഹിന്ദി സീരീസാണ്, അത് അത്ര പോപ്പുലർ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളങ്ങനെ അധികം കണ്ടിട്ടില്ലാത്തൊരു കഥാപശ്ചാത്തലത്തിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും സെയിൽസ് ഫീൽഡിലാണെങ്കിലും ഞാനടക്കം എനിക്കധികം റിലേറ്റ് ആവണമെന്ന ഒരുപാട് കോർപ്പറേറ്റ് കാര്യങ്ങൾ, ബോസിൻ്റെ തെറിവിളി, ടാർഗറ്റ് അച്ചീവ് ചെയ്യൽ, മറ്റേത് മറിച്ചത്, അങ്ങനെ ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഈ സീരീസിലുണ്ടാവും. പിന്നെ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ തൃശ്ശൂരിന് മൊത്തത്തിൽ പിന്നെ തൃശ്ശൂർ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഈ സീരീസ് പോകുന്നുണ്ട്. അത് സെക്കൻഡ് ആക്റ്റും പിന്നെ ഫൈനൽ ആക്റ്റൊക്കെ ആകുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാച്ചബിൾ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഫാർമ എന്നുള്ള വെബ് സീരീസ് നൽകുന്നത്. 19 വെള്ളിയാഴ്ച മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഈ സീരീസ് സ്ട്രീം ചെയ്ത് തുടങ്ങും. കാണുക.